ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് കാണേണ്ടത് എൻ്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം സഹോദരികളാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ആത്മീയതയുടെ മറവിൽ പോയി ചാടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണാറുണ്ട്. ഒരുപാട് വ്യാജ ഉസ്താക്കന്മാർ, വ്യാജ തങ്ങന്മാരൊക്കെ ഇറങ്ങിക്കൊണ്ട് ലൈംഗികമായും അല്ലാത്ത രീതിയിലും നമ്മുടെ പണം കവരുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യാജന്മാരിറങ്ങി അത്തരം ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതും കുടുംബത്തിൻ്റെ അഭിമാനമൊക്കെ ഓർത്തിട്ട് പലരും പുറത്ത് പറയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഈ സമുദായത്തിൽ തന്നെയാണ്. കാരണം ഈ സമുദായത്തിൽ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നല്ല നല്ല മതപണ്ഡിതന്മാരുണ്ട്. അവർ പറയുന്ന കേൾക്കാതെ ഇത്തരം വ്യാജന്മാരായിട്ടുള്ള ആളുകളിലേക്കാണ് കൂടുതലും ഈ സഹോദരിമാർ ആകൃഷ്ടമായി പോകുന്നത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് തലപ്പാക്കെട്ടും വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ചില വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി മറ്റു ക്ഷുദ്രശക്തികളുടെ നിന്നും പണം പറ്റിയിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിക്കുന്ന ഒരുപാട് നാറികൾ നമ്മുടെ ഇന്ന് ഈ സമൂഹത്തിൽ വിളയാടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, സ്വയം പ്രഖ്യാപിത തങ്ങൾ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനും അവൻ്റെ ഒരു അനിയനും നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും തെമ്മാടിത്തരവും ഈ സമുദായത്തെ ചൂഷണം ചെയ്യലും ഞാൻ പല വീഡിയോയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്ന് എന്നെ തെറി പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അൻസാരി ഉസ്താദും ഞാനുമാണ് ഈ വേട്ടാവളിയുടെ വീഡിയോകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം പല മതപണ്ഡിതന്മാർ ഇവരുടെ വീഡിയോകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഈ നാറ്റക്കോയയുടെ സഹോദരൻ എന്ന് ഒരു ഫ്രോഡ് കാണിക്കുന്ന ഒരു കോപ്രായം. ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും വീഡിയോ കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടയും അദബിലും ഗുരുത്വത്തിലൊക്കെ ഇരുന്ന് വേണം അത് ചെല്ലാനും അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനും. ഇവൻ മൊബൈലും ഓണാക്കി വെച്ചിട്ട് കോമാളിത്തരമാണ് പരമ ഊള കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയി. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തായാലും ഈ കോപ്രായത്തിന് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. كرني رضي الله عنه سيدنا ووسيلة العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله سكاف العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين الرحمن الرحيم مالك. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറയുന്നത് ചിരിക്കലുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ശരിക്കും ഇത് അവഹേളിക്കുന്നതായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നിയത്? മൊബൈൽ ഓണാക്കി വെച്ചിട്ട് കോപ്രായ അല്ലെയും കാണിക്കുന്നത്. ഇവൻ ഇതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടി കേട്ടിട്ട് നമുക്ക് ഇവൻ്റെ ആ ന്യായീകരണം അവിടെ നിന്ന് കേൾക്കാം. ഒരു ആത്മീയ മജ്‌ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന അവരനുസ്മരിക്കുന്ന ഇത്തരം മജ്‌ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ ആ കോപ്രായം കാണിക്കൽ മാത്രമല്ല, അത് പൊതുമധ്യത്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെയൊക്കെ ആ ഒരു മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ സ്വഭാവം ഇതായി. നിങ്ങളൊന്ന് ആലോചിക്കും, ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മഹാന്മാരുടെ അനുസ്മരണത്തിൽ അല്ല അവരെ കുറിച്ച് പറയുന്ന ഒരു സംഗമത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളത് പൊതുമധ്യത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സ്വാഭാവികമായി വിമർശനം വരും. അങ്ങനെ വിമർശനം വരും എന്നറിഞ്ഞിട്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ആരെല്ലാം വിമർശിച്ചാലും ഞങ്ങൾക്ക് ഒരു പുല്ലും ഒരു പിണ്ണാക്കും ഇല്ലാന്നറിയാം. ചക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെ അവരുടെ സമക്ഷത്തിലേക്ക് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവിടെ കാൽച്ചൂട്ടി കൊണ്ടിടുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ ചിരിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മീയ മജ്‌ലിസിൽ എങ്ങനെയാണ് ഒരു ശ്രോതാക്കൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ചിരി. അയ്യേ, എന്ത് മനുഷ്യന്മാർ ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ ആളുണ്ടായിരുന്ന അറിയിക്കാം. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലും സാക്ഷ്യം പറയാന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഫലം ഉണ്ടായി, ഇവർക്ക് നാളുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, ആ വയറുവേദന ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയൽ സാധാരണഗതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രാർത്ഥന സംഗമമെല്ലാം സുവിശേഷ പരിപാടി ഇതിപ്പം നമ്മുടെ സമുദായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരതിന് വിളിക്കുന്ന പേര് ഫദ്ൽ പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതക്ക് പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്ത് നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ, ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവിൽ, അല്ലേ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ
വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കൊണ്ടുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക് എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് ഈ വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ട് കിണുകിണന്ന് കിണിക്കുക, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽ ഉഖലാ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ ഇത് തങ്ങളാണ് മറ്റാണ് മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൂടെ സാധിക്കത്തില്ല. ഇതൊക്കെ മറ്റുള്ള മനുഷ്യന്മാർ കാണുകയല്ലേ. ഒരു തങ്ങളിയത്തുണ്ടെന്ന് പറയും എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ മറ്റു തങ്ങന്മാർ ആരോടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിയോജിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ പറയുന്നുണ്ട് ഇല്ല. എന്തുകൊണ്ട്? അവരെല്ലാം അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അഹ്ലുൽ ബൈത്തിന്റെ ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിരാകുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഭയപ്പെടുത്തുക. അതൊക്കെ പെരയെ പോയി ഭയപ്പെടുത്തിയാൽ മതി. അത് നമ്മുടെ കിറക്കാൻ നിൽക്കരുത്. നന്നായിട്ട് പറയും. നിങ്ങളിത് കണ്ടില്ലേ? ഈ തങ്ങളെന്ന് പറയുന്ന ഈ ഫ്രോഡ് സാധനങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഇതൊന്നും കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഇപ്പൊ ഇവനങ്ങാണ്ട് ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട്. ആ വീടിന്റെ മുമ്പിലും ഒരു പടവണ്ടാരം പോലത്തെ ഒരു കൊടിമരം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കൊടിമരം തങ്ങളെന്നാണ് ഇവന്റെ ചേട്ടൻ അറിയപ്പെടുന്നത്. കാരണം ഈ കൊടിമരത്തിനകത്ത് 2 കാക്ക വന്നിരിക്കും. അതിനകത്തേക്ക് പൈസ കൊണ്ട് ഈ കൊടിമരത്തിന് അതായത് ഇതിന് ചുറ്റും ഒരു കിണർ കെട്ടിയിരിക്കുക. ആ കിണറിനകത്ത് കണ്ടരമാനം പൈസ ആണ് ഇവിടുത്തെ പാവം പിടിച്ച പ്രവാസികൾ കഷ്ടപ്പെടുന്ന പൈസ ഈ പറയുന്ന അവരുടെ ഭാര്യമാർ കൊണ്ടുപോയിട്ട് അതിനകത്തോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. എന്ത് ചെയ്യാനും ബോധമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഈ സമൂഹത്തോട് ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവരെ പോലുള്ളവരാണ് ഈ സമുദായത്തെ പറയിപ്പിക്കുന്നത്. ഇവന്റെ ഒരു പുതിയ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്. അതൊന്ന് കണ്ടോ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ നൂറേർവാടി മജ്‌ലിസ് നടക്കുന്ന സമയത്ത് അവിടെ കറണ്ടില്ലായിരുന്നു. കറണ്ട് പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് അപ്പൊ തന്നെ കറണ്ട് ഉണ്ടോ ചോദിച്ചു. ഞാൻ അപ്പൊ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ കറണ്ട് വരികയും ഈ കുട്ടി കയറിയൊരു സ്വിച്ച് ഇടലും കറണ്ട് പോവലും ഒരുമിച്ചായി. അപ്പൊ ആ കുട്ടി ഒരു കുസൃതി അവിടെ കാണിച്ചപ്പോ ഞാനും ഉസ്താദവറുകളും അറിയാതെ ചിരിച്ചുപോയി. ചിരി ഇത്ര വലിയ അപരാധമാണോ എന്ന് നമുക്കറിയില്ല. മഹാന്മാരോട് അതപകേട് കാണിച്ചതല്ല. ഒരു കുട്ടി അവിടെ മുന്നിൽ വന്ന് കുസൃതി ചെയ്തപ്പോ അറിയാതെ ചിരിച്ചു പോയതാണ്. പിന്നെ അല്ലാതെ മഹാന്മാരെ ആരെ പറയിപ്പിക്കാനോ ഒന്നുമല്ല. ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ട്രോളിറക്കിയപ്പോ ഞാൻ ഇതിൽ വന്നതാണ്. കണ്ടല്ലോ ഇതിന്റെ ഒരു ന്യായീകരണം. ഒരു കുട്ടി വന്ന് ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഒരു പവിത്രമായിട്ടുള്ള ഒരു മജ്‌ലിസിനകത്ത് ഇരുന്നുകൊണ്ട് ഈ കോമാളിത്തരം കാണിച്ച് ചിരിച്ചതിനൊന്നും ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും ചിരിക്കാം. ചിരിക്കൽ ഒരു അപരാധമൊന്നുമല്ല. പക്ഷേ ഇത്തരം ഒരു മജ്‌ലിസ് നടക്കുമ്പോൾ അതിനകത്ത് ഇപ്പുറത്ത് മൊബൈൽ വെച്ചുകൊണ്ട് അതിനകത്തേക്ക് നോക്കി ചിരിച്ച് വീഡിയോ എടുക്കുന്ന നിന്നെപ്പോലുള്ള കോമാളികളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഈ സമുദായത്തിന്റെ ശാപമാണ് കേട്ടോ. ഇനി ഇവരെ പിൻപറ്റി നടക്കുന്ന കുറെ തലപ്പാക്കെട്ടും കെട്ടി കുറെ കുപ്പായ വിട്ട് നടക്കുന്നവരുണ്ട്. അവരൊക്കെ ഇവനിൽ നിന്ന് കിട്ടുന്ന പണം ആഗ്രഹിച്ച് ഈ ദീനിന് ഇവന്റെയൊക്കെ മുമ്പിൽ കൊണ്ട് അടിയറവ് വെക്കുന്നവരാ. ഇവരൊക്കെ ഫ്രോഡുകളാ. ഇവരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ നമ്മളുടെ ഓരോ പ്രവർത്തികളെയും ചലനങ്ങളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അന്നേരമാണ് ഇതുപോലത്തെ കൊടിമരം തങ്ങളും ഇവിടെ പോലുള്ള ഫ്രോഡുകളൊക്കെ വന്നിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കുക. കാരണം പറയാതിരിക്കാൻ പറ്റാത്തതുണ്ട്. ഞാൻ ഇവരെ പോലൊന്നും വലിയ മഹാപണ്ഡിതനോ അല്ലെങ്കിൽ പണ്ഡിത ശ്രേഷ്ഠനോ ഒന്നുമല്ല. 10ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി പഠിച്ചപ്പോഴത്തേക്ക് ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ മജ്‌ലിസുകളിൽ പങ്കെടുക്കുമ്പോഴും അതിൻ്റെ അദബും കുരുത്തത്തെ കുറിച്ചിട്ടൊക്കെ ചെറിയ രീതിയിലെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. ക്ഷമിക്കുക. ഇവരെ പോലുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പണം കവരുന്ന ഫ്രോഡുകളാണെന്നല്ലാതെ വേറൊരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവനൊന്നും ഒരു അസുഖവും മാറ്റി തരാൻ പോകുന്നില്ല. ഇതൊക്കെ വെക്കുന്നവനും കൊടുക്കുന്നവനും എടുക്കുന്നവനൊക്കെ സൃഷ്ടാവായിട്ടുള്ള തമ്പുരാനായിട്ടുള്ള ഒരൊറ്റൊരാൾ മാത്രമേ ഉള്ളൂ. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഈശ്വരനായിട്ട് ചിന്തിച്ചാലും യേശുവായി ചിന്തിച്ചാലും അള്ളാഹുവായിട്ട് ചിന്തിച്ചാലും ഇതൊക്കെ ചെല്ലുന്നത് ഒരിടത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.